ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിച്ചാലും. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഹലോ ഓൾ, ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ നേരുന്നു. സോ ഈസ്റ്ററായിട്ട് നമ്മൾ പതിവ് പോലെ ഇന്ന് നമ്മുടെ പള്ളിയിൽ പാതിരാ കുർബാനയ്ക്ക് വന്നേക്കായിരുന്നു. സോ ഇപ്രാവശ്യം അമ്മയായിരുന്നു വായന. ആൻഡ് പള്ളിയിലെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു എല്ലാ തവണത്തെയും പോലെ തന്നെ സ്റ്റാർട്ടിങ് പാർട്ട്. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ദൃശ്യാവിഷ്കാരം ഉണ്ട് ഈസ്റ്ററിൻ്റെ ഉയർപ്പിൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാട്ടെല്ലാം പള്ളിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഡോണും കൊച്ചും പാർക്കിംഗ് ലോട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ബിക്കോസ് അവിടെ നമുക്ക് കാണാം ഉയർപ്പും എല്ലാം. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നതുകൊണ്ട് ഡോണും വണ്ടിയിൽ തന്നെ ഇരുന്നായിരുന്നു നമ്മൾ കുർബാനയുടെ ആദ്യ ഭാഗങ്ങളൊക്കെ കണ്ടത്. ഞാൻ പുറത്തിറങ്ങി ബിക്കോസ് വീഡിയോ എടുക്കാനും കാണാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇതാണ് ദൃശ്യാവിഷ്കാരം. സോ അങ്ങനെ ഹീ ഹാസ് റൈസൺ. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ നേരുന്നു. ആൻഡ് ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ പള്ളിയിലെ ഈസ്റ്ററിൻ്റെ ദൃശ്യാവിഷ്കാരം ആൻഡ് എവറിത്തിങ്. സോ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ കൊച്ചു എഴുന്നേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോൺ ഇറങ്ങി പുറത്തു വന്നു. വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് നമുക്കൊരു ചെറിയ പ്രൊസഷൻ ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ നിന്ന്. ഇവിടെ അടുത്ത് തന്നെ, ഒത്തിരി ദൂരമൊന്നുമല്ല, കുറച്ച് ഒരു അടുത്ത് തന്നെ നമ്മളൊരു പ്രൊസഷൻ പോയിട്ടുണ്ടായിരുന്നു. തേനും ഒരു പവർ നാപ്പ് കഴിഞ്ഞുകൊണ്ട് തന്നെ അവൾ പിന്നെ കുറച്ച് ആക്റ്റീവായി. അപ്പോൾ നമ്മൾ അവളെയും കൊണ്ടാണ് പ്രൊസഷന് പോയത്. അപ്പോൾ ഈസ്റ്ററിൻ്റെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചുറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രൊസഷനെല്ലാം കഴിഞ്ഞ് തിരിച്ച് പള്ളിയിൽ വന്ന് കുർബാന കഴിഞ്ഞ് നമുക്കൊരു തമ്പോലയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിനൊന്നും നിന്നില്ല ബിക്കോസ് നമ്മൾ ഓൾറെഡി 2 മണി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫെലൂഡ ഷോപ്പിൽ നിർത്തി ഫെലൂഡയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. സോ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഈസ്റ്റർ നേരുന്നു. വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.